ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചില്ലി വേൾഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ചക്കക്കുരു മാങ്ങയും വെച്ചിട്ടുള്ള കറിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ് ചക്കക്കുരു മാങ്ങയും. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഇപ്പോൾ ചക്കയുടെ സീസണൊക്കെ അല്ലേ, അപ്പോൾ ഒരുപാട് ചക്കയൊക്കെ അവൈലബിൾ ആയ സമയത്ത് നമുക്ക് ചക്കക്കുരു കിട്ടാൻ വളരെ സുലഭമാണ്. അപ്പോൾ നമ്മൾ ചക്കക്കുരു അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്, പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്, രണ്ട് മുരിങ്ങാക്കോലിൻ്റെ ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ നമ്മൾ കറിവേപ്പിലയും തേങ്ങയാണ്. ഇനി നമുക്ക് തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തും വെക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് എങ്ങനെ ചക്കക്കുരു മാങ്ങ ഉണ്ടാക്കുന്ന വിശേഷങ്ങളിലേക്ക് കിടക്കാം. എടുത്തു വെച്ചിരിക്കുന്ന ചക്കക്കുരു എല്ലാം നമുക്ക് വേവിച്ചെടുക്കാം. അതിനുവേണ്ടി നമ്മൾ ഒരു പാത്രത്തിലേക്ക് ചക്കക്കുരു ഇട്ട് കൊടുക്കുകയാണ്. ചക്കക്കുരു ഇട്ടതിന് ശേഷം നമുക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് പൊടികളൊക്കെ ചേർത്തെടുക്കും. അപ്പോൾ നമുക്കിത് വേവിക്കാൻ വയ്ക്കാം. ചക്കക്കുരു ഏകദേശം 3/4 ഭാഗത്തോളം വെന്തുടഞ്ഞിട്ടുണ്ട്. നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മുരിങ്ങാക്കോല് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. മുരിങ്ങാക്കോലിൽ നമുക്ക് ഏകദേശം വേവാൻ അധികം സമയമൊന്നും വേണ്ടല്ലോ, അത് പെട്ടെന്ന് തന്നെ വെന്തോളും. നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മാങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മാങ്ങയെല്ലാം ഇട്ട് കൊടുക്കുകയാണ്. നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഈ മാങ്ങയും മുരിങ്ങാക്കോലും ഒന്ന് വേവാൻ അധികം സമയം വേണ്ട, നമുക്കൊന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി. നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. ചക്കക്കുരുവൊക്കെ ഏകദേശം വെന്തുടഞ്ഞിട്ടുണ്ട്. ചക്കക്കുരും മാങ്ങയും മുരിങ്ങാക്കോലൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ അരച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പൊടികളായ മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം തിളകളൊക്കെ വന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് താളിച്ച് കൊടുക്കാം. നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് കടുക് താളിക്കാൻ വേണ്ടിയിട്ട്. നമ്മളിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുകയാണ്. വറ്റൽമുളക്, പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില. അപ്പോൾ നമ്മുടെ ചുവന്നുള്ളിയും വറ്റൽമുളകും പിന്നെ കറിവേപ്പില ഏകദേശം കളറൊക്കെ മാറി ബ്രൗൺ കളറിലേക്ക് ആയിട്ടുണ്ട്. നമുക്ക് കറിയിലേക്കൊന്ന് താളിച്ച് കൊടുക്കത്. ഏകദേശം നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഇനി ഏകദേശം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ചക്കക്കുരു മാങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉണ്ടോ, വളരെ സ്വാദിഷ്ടമായിട്ടുള്ള നമ്മുടെ ചക്കക്കുരു മാങ്ങയും മുരിങ്ങാക്കോലും ഇവിടെ റെഡി ആയിട്ടുണ്ട്.